MSC എൽസ കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനി പണം കെട്ടിവെച്ചു. 5.97 കോടി രൂപ കെട്ടിവെച്ചുവെന്ന് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി ഹൈക്കോടതിയെ അറിയിച്ചു. കപ്പൽ അപകടത്തിൽ നഷ്ടം നേരിട്ട ചരക്കുടമകൾ നൽകിയ ഹർജിയിലാണ് നടപടി. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. സാലി, എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ, പുതിയ വിശദാംശങ്ങൾ? അതായത് MSC എൽസ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ അതിൽ കണ്ടെയ്നറിൽ ഇമ്പോർട്ട് ചെയ്തിരുന്ന കശുവണ്ടി വ്യവസായികളായ 5 പേർ തങ്ങളുടെ പണം കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അപകടത്തിൽ എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി സമീപിക്കുകയായിരുന്നു. അന്ന് തന്നെ ഹൈക്കോടതി ഈ MSC എൽസയുടെ മറ്റൊരു കപ്പൽ, മാനസ എന്ന് പറയുന്ന മറ്റൊരു കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് പിടിച്ചിടാൻ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞത് ഈ നഷ്ടപരിഹാര തുക തങ്ങൾ കെട്ടിവെച്ചോളാം എന്നായിരുന്നു. അങ്ങനെ എങ്കിൽ കപ്പൽ വിട്ടയച്ചോളൂ എന്ന് കോടതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കേസ് നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് കേസെടുത്തപ്പോൾ MSC എൽസയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇന്ന് ഹൈക്കോടതി അറിയിച്ചു 5.97 കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയിച്ചു. അപ്പം കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിൽ പറയുന്നത് ഈ 5.97 കോടി രൂപ ഒരു വർഷത്തേക്ക് ഒരു സ്ഥിര നിക്ഷേപമായി ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു ദേശസൽകൃത ബാങ്കിൽ നിക്ഷേപിക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് രജിസ്ട്രിയാണ്, ഹൈക്കോടതിയുടെ രജിസ്ട്രിയാണ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് ഈ നഷ്ടപരിഹാര കേസ് ഒത്തുതീർപ്പാക്കുന്ന മുറയ്ക്ക് അതിൽ തീരുമാനമെടുക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷത്തേക്ക് സ്ഥിര നിക്ഷേപമായി ഈ പണം ഏതെങ്കിലും ദേശസൽകൃത ബാങ്കിൽ ഹൈക്കോടതി രജിസ്ട്രി തന്നെ നിക്ഷേപിക്കും. അതിനുശേഷം മറ്റ് കേസുകൾ തുടരും. ആ നഷ്ടപരിഹാരം നഷ്ടം നേരിട്ട കമ്പനിയുടെ മകൾ നഷ്ടപരിഹാരവുമായി കേസുമായി മുന്നോട്ട് പോകുന്ന മുറയ്ക്ക്, അത് ഉത്തരവാകുന്ന മുറയ്ക്ക് അതിൽ തീർപ്പ് കൽപ്പിക്കുകയോ ആ പണം കൈമാറുകയോ ചെയ്യാം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ആ പണം ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിക്ഷേപിക്കും എന്നുള്ളതാണ് സാഹചര്യം. ഇപ്പോൾ ഈ നഷ്ടപരിഹാര തുകയായി കൈമാറില്ല അല്ലേ? ഇത് കെട്ടിവെക്കത്തേ ഉള്ളൂ. അതിനുശേഷം കേസ് ഒരു വെർഡിക്റ്റ് എത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ നീക്കം നടത്തുകയുള്ളൂ. മാത്രമല്ല, ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സിവിൽ കേസ് കൂടിയുണ്ട്. അതിനെയൊക്കെ ഇത് സ്വാധീനിക്കുകയും ബാധിക്കുകയും ഒക്കെ ചെയ്തുകൂടെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ? അതായത് ഈ ഒരു സിവിൽ ഡിസ്പ്യൂട്ട് സർക്കാർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് സിവിൽ കേസുമായി. അതിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ അത് കേരളത്തിന് മത്സ്യത്തൊഴിലാളിക്കും പൊതുവിലുണ്ടായ നഷ്ടം സംബന്ധിച്ചായിരിക്കും ആ കേസ് വരിക. പക്ഷേ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഈ കപ്പൽ, ഈ MSC എൽസ 3 കപ്പലിൽ കശുവണ്ടി ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ കണ്ടെയ്നർ മുങ്ങിപ്പോയി കശുവണ്ടി നഷ്ടപ്പെട്ട 5 കശുവണ്ടി വ്യവസായികൾ, കശുവണ്ടി കമ്പനി ഉടമകളാണ് കോടതിയെ സമീപിച്ചത്. അപ്പോൾ സർക്കാർ കൊടുത്തിരിക്കുന്ന നഷ്ടപരിഹാര കേസിൽ ഇത് ഉൾപ്പെടുമോ എന്നുള്ള കാര്യം വ്യക്തതയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ആവണം ഈ കമ്പനി ഉടമകൾ, കശുവണ്ടി കമ്പനി ഉടമകൾ നേരിട്ട് കോടതിയെ സമീപിച്ചതും അനുകൂലമായി വിധി സമ്പാദിച്ചതും കപ്പൽ പിടിച്ചിടാൻ പറഞ്ഞതും. അപ്പോൾ കപ്പൽ പിടിച്ചിടണ്ട, ഞങ്ങൾ പണം കെട്ടിവെച്ചേക്കാം എന്ന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കോടതി അറിയിക്കുകയും അതിനനുസരിച്ച് ഇപ്പോൾ കെട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലിനി തീർപ്പൊക്കെ അവസാനം പിന്നീട് ഈ ഡിസ്പ്യൂട്ടെല്ലാം തീരുന്ന മുറയ്ക്ക് മാത്രമേ ഈ പ്രശ്നപരിഹാരമാകൂ. അതുവരെ ഈ പണം ബാങ്കിൽ കിടക്കും എന്നുള്ളതാണ് സാഹചര്യം. ശരി, MSC എൽസ കപ്പലിൽ ചരക്കുകൾ കൊണ്ടുപോയ കശുവണ്ടി വ്യവസായികളുടെ ഹർജിയിലാണ് ഇപ്പോൾ കമ്പനി ഇത്തരത്തിൽ 5.97 കോടി രൂപ കെട്ടിവെക്കാൻ തീരുമാനിച്ചത്.